പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെരി വെരി ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്നിപ്പോൾ ഞങ്ങളുടെ വിർച്വൽ റിയാലിറ്റി സ്റ്റുഡിയോയിൽ നിന്ന് പതിവ് പോലെ നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. റിപ്പോർട്ടറിൻ്റെ ഈ വാർത്താ പ്രഭാതം ആരംഭിക്കുന്നത് ഈ മിഠായി തെരുവിലെ മധുരം ഊറുന്ന നാട്ടിൽ നിന്ന് തന്നെയാണ്, ഈ അന്തരീക്ഷത്തിൽ നിന്നാണ്, കോഴിക്കോട് നിന്നാണ് ഞാനിപ്പോൾ പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. എനിക്ക് പിന്നിൽ പ്രേക്ഷകർക്ക് കാണാം SK പൊറ്റക്കാടിൻ്റെ പ്രതിമയുണ്ട്. ഈ മിഠായി തെരുവിന് ഒരു വലിയ ചരിത്രമുണ്ട്. ആ ചരിത്രത്തിലേക്കൊക്കെ നമ്മൾ വരാം. പക്ഷേ നമ്മൾ എന്തിനാണ് കോഴിക്കോട് വന്നിരിക്കുന്നതെന്ന് പ്രേക്ഷകർ സംശയിക്കും. കോഴിക്കോട് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമല്ല, ചില കാര്യങ്ങൾ സംഭവിപ്പിക്കാനും നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. ഓണം വാരാഘോഷത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ കലാകാരന്മാർക്കിടയിൽ വന്നു കഴിഞ്ഞു. പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ ഒരുപാട് കലാകാരന്മാരുടെ നിത്യവൃത്തിയാണ് ഈ ഓണം എന്ന് പറയുന്നത്. ആ ഓണം നമ്മൾ ആഘോഷിക്കുമ്പോഴാണ് കച്ചവടക്കാരും കലാകാരന്മാർക്കുമൊക്കെ ജീവിതത്തിൽ ഒരു വർഷം പിടിച്ചു നിൽക്കാൻ ആവശ്യമായ കച്ചവടങ്ങളും അവരുടെ തൊഴിലുമെല്ലാം പുഷ്ടി പ്രാപിക്കുന്നത്. എന്നാൽ ഓണം വാരാഘോഷം ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണ്ട എന്ന് വെച്ചതോടുകൂടി ഈ കലാകാരന്മാർ അല്പം ആശങ്കയിലായി. മാത്രവുമല്ല, ഇവിടുത്തെ കച്ചവടക്കാർക്കും ചെറിയ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ അവർ നമ്മളോട് തുറന്നു പറഞ്ഞപ്പോൾ നമുക്ക് അവരുമായി നേരിട്ട് സംസാരിക്കാനും അവരുടെ ആഗ്രഹം എന്താണെന്ന് അറിയാനും വേണ്ടി നമ്മൾ കോഴിക്കോട്ടേക്ക് വന്നു. കോഴിക്കോട്ടെ കച്ചവടക്കാർ കേരളത്തിലെ എണ്ണം പറഞ്ഞ കച്ചവടക്കാരാണ്. മാത്രമല്ല, സുമനസ്സുകൊണ്ട് അവർ മനുഷ്യരെ സ്നേഹിക്കുന്ന കാര്യത്തിലും മുൻപന്തിയിലാണ്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിത മേഖലയിൽ ഈ കോഴിക്കോട് നിന്നുള്ളവരും കേരളത്തിൽ നിന്നുള്ള വ്യാപാരികളും എല്ലാം എത്രയോ കൈയയച്ച് സഹായിച്ചതാണ്. നമ്മുടെ കലാകാരന്മാരടക്കം ഒരുപാട് പേർ നമുക്കൊപ്പം ഇന്നത്തെ ഈ വാർത്താ പ്രഭാത യാത്രയിൽ ചേരും. ഓണം വേണ്ടേ സർക്കാരെ എന്നാണ് നമ്മുടെ ചോദ്യം. തീർച്ചയായിട്ടും ഓണം വേണം. സർക്കാർ ഓണം വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓണം വാരാഘോഷം അടക്കമുള്ള കാര്യങ്ങൾ തൽക്കാലം മാറ്റിവെക്കുന്നു എന്നാണ്. അപ്പോൾ വാരാഘോഷമില്ല എന്നാണ് സർക്കാരിൻ്റെ തീരുമാനം. അതൊന്ന് പുനഃപരിശോധിക്കണം എന്നാണ് കലാകാരന്മാരുടെ ആവശ്യം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കേണ്ടത് ഈ ചൂരൽമല മുണ്ടക്കൈയുടെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങളെല്ലാം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ആ ദുരന്തം കഴിഞ്ഞു, അതിൽ നിന്ന് നമ്മൾ സാവധാനം കരകയറി വരുന്നു, തീർച്ചയായും നെഹ്റു ബോട്ട് റേസ് ഉണ്ടാവണം എന്നാണ് കുട്ടനാട്ടുകാരും ആവശ്യപ്പെടുന്നത്. കേരളത്തിന് പൊതുവെയുള്ള വികാരമാണ്. ആ വികാരങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടി കൂടിയാണ് നമ്മളിപ്പോൾ കോഴിക്കോട്ടേക്ക് എത്തിയിരിക്കുന്നത്. നമ്മൾ ഇപ്പോഴുള്ളത് മിഠായി തെരുവിൽ നിന്നാണ്. ഇന്നത്തെ വാർത്താ പ്രഭാതം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ചൂടുള്ള കാപ്പിയും ചൂടുള്ള വാർത്തയും വാർത്താവിശേഷങ്ങളും പിന്നെ മിഠായി തെരുവിലെയും കേരളത്തിലെയും കലാകാരന്മാരുടെ വിശേഷങ്ങളുമൊക്കെയായി നമ്മൾ ഇന്നത്തെ വാർത്താ പ്രഭാതം ആരംഭിക്കുന്നു. തണുത്ത അന്തരീക്ഷമാണ്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ പുറകിൽ പ്രേക്ഷകർക്ക് കാണാം SK പൊറ്റക്കാടിൻ്റെ പ്രതിമയാണ്. SK പൊറ്റക്കാടിൻ്റെ കൂടെ ഒരു വരി കൂടി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. SK പൊറ്റക്കാട് തൻ്റെ ഒരു തെരുവിൻ്റെ കഥയിൽ വളരെ രസകരമായൊരു വാചകം പറയുന്നുണ്ട്. ജീവിതമെന്ന മഹാനാടകത്തിൽ ആടിപ്പോയ ഒരുപാട് കഥാപാത്രങ്ങൾ ഈ തെരുവിൽ ജീവിച്ചിരുന്നു എന്നാണ് SK പൊറ്റക്കാട് പറയുന്നത്. നമ്മുടെയൊക്കെ ചുറ്റുപാടുമുള്ള ഒരുപാട് മനുഷ്യർ, ചൂരൽമല എന്ന് പറയുന്ന ഒരു അങ്ങാടി, ആ തെരുവിന്നിപ്പോൾ കഥാവശേഷമായിരിക്കുന്നു. ആ തെരുവിലും കുറേ മനുഷ്യർ ജീവിച്ചിരുന്നു. സമാനമാണ് എല്ലാ തെരുവുകളുടെയും അവസ്ഥ. അവരെ ഒന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്താറില്ല എന്ന് SK പൊറ്റക്കാട് ഒരു തെരുവിൻ്റെ കഥയിൽ പറയുന്നുണ്ട്. ആ വാചകം ഈ മിഠായി തെരുവിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു തെരുവിൻ്റെ കഥയിൽ ഒരു വാചകം SK പൊറ്റക്കാട് കുറിച്ചിട്ടിട്ടുണ്ട്. ഇതിലെ കഥാപാത്രങ്ങൾ പലരും രക്തവും മാംസവുമുള്ള മനുഷ്യജീവികളായിരുന്നു. ഇവരിൽ ആരും ഇന്ന് നമ്മുടെ ഇടയിലില്ല. മനുഷ്യജീവിതമാകുന്ന മഹാനാടകത്തിൽ ഇവരിൽ ഓരോരുത്തരും തങ്ങളുടേതായ പങ്ക് നിർവഹിച്ച് സ്വന്തമായ ജീവിതാഭിനയം പിന്തുടർന്ന് സമുദായത്തിലെ ബാഹ്യമണ്ഡലത്തിൽ തങ്ങളുടേതായ പ്രകാശമോ വികൃതഛായോ വീഴ്ത്തി അന്തർധാനം ചെയ്തു. ചരിത്രകാരൻ മെനക്കെട്ടിരുന്നെഴുതുന്ന ഏടുകളിൽ ഇവരുടെ പേരിൽ ഒന്നുപോലും കാണുകയില്ല. ഈ തെരുവിൻ്റെ കഥയിൽ SK പൊറ്റക്കാട് എഴുതിയിരിക്കുന്ന വരികളാണ്. അതേപോലെ വലിയ മനുഷ്യജീവിതമെന്ന മഹാനാടകത്തിൽ തങ്ങളുടേതായ വേഷങ്ങൾ ആടിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ വാർത്താ പ്രഭാതം ആരംഭിക്കുന്നത് റിപ്പോർട്ടർ തന്നെ കെട്ടഴിച്ചു വിട്ട ഒരു പിടി വാർത്തകളുടെ തുടർച്ചയോടുകൂടിയായിരിക്കും. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ മിഠായി തെരുവിൽ നിന്ന്, ഒരു തെരുവിൻ്റെ കഥയിൽ നിന്ന് ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ കഥ പറയാൻ ആരംഭിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കോഴിക്കോട്ടെ ഈ തണുത്ത പ്രഭാതത്തിൽ നിന്ന് ചൂട് കാപ്പിയും ചൂട് വാർത്തയുമായി ഞാൻ അരുൺകുമാർ പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു. കോഫി വിത്ത് അരുൺ ആരംഭിക്കുന്നു. സ്വാഗതം.